SIR എന്ന് വിളിപ്പേരുള്ള വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനാ പ്രവൃത്തികൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപടികൾ തുടങ്ങിയത്. 2002 ശേഷം ആദ്യമായി പുതിയ വോട്ടർ പട്ടിക സംസ്ഥാനത്ത് തയ്യാറാക്കുകയാണ്. നിലവിലുള്ള വോട്ടർമാരുടെയും പുതിയ വോട്ടർമാരുടെയും രേഖകൾ പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തിയാണ് പട്ടിക തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി പ്രത്യേകം ഫോമുകൾ ഇന്നു മുതൽ സംസ്ഥാനത്താകെയുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈകളിലെത്തും. ഇത് ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടത് വന്നാൽ കൊടുത്തിരിക്കണം. എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എലിജിബിൾ ആൾക്കാർ ഉണ്ടാവണം, ഇൻഎലിജിബിൾ ആൾക്കാർ നമ്മുടെ വോട്ടർ ലിസ്റ്റിന് പുറത്താവണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ ഇതൊരു എല്ലാവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ജില്ലാ കളക്ടർമാരുമായും രാഷ്ട്രീയ പാർട്ടികളുമായും SIR നടപ്പാക്കുന്ന കാര്യം അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്ത തീവ്ര പുനഃപരിശോധനയിലേക്ക് കടക്കുകയാണ്. SIR അവസാനമായി നടപ്പാക്കിയ 2002 വോട്ടർ പട്ടികയിൽ കേരളത്തിൽ 2.24 കോടി വോട്ടർമാരുണ്ടായിരുന്നു. എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കൽ നടപ്പാക്കിയ ശേഷം 2025 ആയപ്പോൾ 2.78 കോടി വോട്ടർമാർ വോട്ടർ പട്ടികയിലുണ്ട്. 65% പേർ 2022 പട്ടികയിലുള്ളവരാണ്. 2002 പട്ടികയിൽ ഉള്ളവരെയെല്ലാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അപേക്ഷയുമായി വീടുകളിലെത്തി പട്ടിക പുതുക്കും. ഒരു തവണ വീട്ടിലെത്തുമ്പോൾ കാണാൻ സാധിച്ചില്ലെങ്കിൽ 3 തവണ വീടുകളിലെത്തി വോട്ടർമാരെ പട്ടികയിൽ ഉറപ്പാക്കും. ഹൗസ് ടു ഹൗസ് വെരിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരോ വീട്ടിലേക്ക് BLOമാർ പോകണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ജനങ്ങൾക്ക് BLOയോട് സംസാരിച്ചിട്ട് ഏത് സമയമാണ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരു ക്ലിയർ ആയിട്ടത് BLO ആപ്പ് ഉണ്ട്, ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കും, BLOമാർക്ക് ട്രെയിനിങ് കൊടുക്കും. പ്രവാസികൾ നാട്ടിലില്ലെങ്കിലും കുടുംബാംഗങ്ങൾ അപേക്ഷ നൽകിയാൽ മതി. 2002 SIR നടപ്പാക്കിയപ്പോൾ പട്ടികയിലില്ലാത്തവർക്ക് മാതാപിതാക്കൾ ആരെങ്കിലും ആ പട്ടികയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഉൾപ്പെടാം. എൻ്റെ അച്ഛനും അമ്മ ലിസ്റ്റിലുണ്ട്, ഞാനില്ല. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റിൽ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഇതിൽ രേഖകൾ കൊടുക്കേണ്ടത് വരത്തില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖ നൽകി വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയും. ആധാർ രേഖയായി പരിഗണിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു. ആധാർ ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ താമസക്കാർക്ക് പോലും രേഖകൾ ഉള്ളതിനാൽ ഇപ്പോൾ പ്രതിസന്ധിയില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്നത്. വോട്ടർമാരാകാനുള്ള ഒരു രേഖയും ഇല്ലാത്തവർക്ക് രേഖകൾ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കാനാണ് തീരുമാനം. യോഗ്യരായവരെ ഉൾപ്പെടുത്തിയും അയോഗ്യരെ ഒഴിവാക്കിയും ഫെബ്രുവരി 7-നകം കേരളത്തിലും അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.